അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ സാലിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫിഷ് മോളി ഉണ്ടാക്കി വെച്ചു. ഇന്നലെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. രാത്രി 12 മണി വരെ പടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വേറൊരു പരിപാടി കൂടി നമുക്ക് കിട്ടി. മോൻ്റെ കോളേജിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റിവലാണ്. 5 കിലോ ചിക്കൻ്റെ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. രാവിലെ തന്നെ അവൻ സ്ഥലം വിട്ടിട്ട് അതും കൊണ്ട്. ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു ഫിഷ് മോളി ഉണ്ടാക്കുകയാണ് കരിമീൻ കൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു ഷോർട്ടായിട്ട്, കരിമീൻ കിട്ടിയത്. അതിൽ വലുത് നോക്കി ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 2 എണ്ണം നല്ല വലുതാണ്, 2 എണ്ണം അത്ര വലുതല്ല. അപ്പോൾ അത് നമുക്ക് ഒരു ഫിഷ് മോളി ഉണ്ടാക്കാം. മാരിനേറ്റ് ചെയ്യാം. ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വൈറ്റ് കളറാണ് ഒരു ഫിഷ് മോളിക്ക് കിട്ടുന്നത്. അപ്പോൾ അധികം പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യാനില്ല. അല്പം ഉപ്പെടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ഇവിടെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു അര ടീസ്പൂൺ വരെ വെച്ചാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ മുളക് പൊടിയൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരാണ് അത് പിഴിഞ്ഞ് കൊടുക്കാം. ചെറിയ നാരങ്ങയാണ്, വലുതാണെങ്കിൽ പകുതി മതിയാവും. നമുക്കിത് ഓരോ മീനിലേക്കും പുരട്ടി കൊടുക്കാം. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം കറി റെഡിയാക്കാം കേട്ടോ. വറുത്ത് റെഡിയാക്കാം. 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, ഉപ്പൊക്കെ പിടിച്ച്. അപ്പോൾ നമുക്ക് ഫിഷ് മോളിക്കുള്ള മീൻ വറുക്കാട്ടോ ആദ്യം. അപ്പോൾ നമ്മുടെ മീനൊക്കെ മുരിഞ്ഞിട്ടാണ് ഞാൻ മറിച്ചിട്ടിരുന്നു. അങ്ങോട്ട് 2-3 പ്രാവശ്യം മറിച്ചിട്ടു. ഇത്ര മതി, അധികം മുരിഞ്ഞു പോകണ്ട. നമുക്കിനി ഗ്രേവി കിടന്നത് റെഡി ആവുള്ളതാണ്. അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഇനി കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് മോളിക്കുള്ള ഗ്രേവി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ട, കറയും, ഏലക്ക 3-4 എണ്ണമൊക്കെ വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയുമാണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വേറെ മുളക് പൊടിയോ അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എരിവിന് ഈ പച്ചമുളകാണ് ഇടുന്നത്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയാണ് കൊടുക്കാം. ഒപ്പം ഒരു നുള്ള് കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കാം.
നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ആയിരിക്കണേ, ക്രഷ് ചെയ്തത്. മറ്റേ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഫൈനായിരിക്കും, അപ്പോൾ പിന്നെ ഗ്രേവിയുടെ കളറൊക്കെ മാറിപ്പോവും. ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കാം. തിളക്കട്ടെ, നമുക്ക് നോക്കാം കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനങ്ങൾ ഇട്ട് കൊടുക്കാം. ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം നമുക്ക് ഒരു തക്കാളിയാണ്, വലിയ തക്കാളിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ തിളച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. എന്തുകൊണ്ടത് നമുക്ക് തലപ്പാലാണ്, തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂട് കയറിയാൽ മതി. ഇതിലേക്ക് നമുക്ക് അല്പം അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്തിടണം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ഇത്തിരി നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് 5-6 അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുന്തിരിയൊന്നും ഇടാനില്ല, അണ്ടിപ്പരിപ്പ് മാത്രം. അത്ര മതി. നമുക്കിത് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡിയായി. ഓക്കെ. മോനപ്പോൾ രാവിലെ സ്ഥലം വിട്ടിട്ടാണ് കാപ്പിയൊക്കെ കുടിച്ച്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിച്ചാൽ. വീഡിയോ പിടിക്കണത് ഇപ്പോൾ നമ്മുടെ സാലിച്ചേട്ടനാണ്. അപ്പോൾ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫിഷ് മോളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് ബ്രെഡിനോട് അത്ര ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് അപ്പമാണ് ഇഷ്ടം. പക്ഷേ മോനും അപ്പം സാലിച്ചനൊക്കെ ബ്രെഡാണ് ഇഷ്ടം. കാരണമാണ്, അല്ലെങ്കിൽ അപ്പം മേടിച്ചാനേ. പൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ വിഷ് ചെയ്തിട്ടാ. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ച മീനാണ്. ഞാനപ്പോൾ അത് ചെത്തി റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി റെഡിയാക്കി എടുത്താണ്. ഇഞ്ചിച്ചായയാണ്. അപ്പോൾ സാലിച്ചേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫിഷ് മോളയും ബ്രെഡുമാണ്. നിങ്ങളെല്ലാവരും കാപ്പി കുടിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.